Module 3 Advertising Research Part 2 Effectiveness of Advertising. The goal of advertising is either increase in sales or building a unique image for a brand in the market. ഇവിടെ അഡ്വർടൈസിങ് ചെയ്യുന്നത് മെയിനായിട്ട് സെയിൽസ് ഇൻക്രീസ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു യുണീക്ക് ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവോട് കൂടിയാണ്. ടാർഗറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു മാർക്കറ്റിനെയാണോ നമ്മൾ ഈ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്, ആ മാർക്കറ്റിൽ ഒരു യുണീക്കായിട്ടുള്ള ബ്രാൻഡ് ഇമേജ് നമ്മുടെ പ്രോഡക്റ്റിന് ഉണ്ടാക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ സെയിൽസ് ഇൻക്രീസ് ചെയ്യുക. സാധാരണയായിട്ട് നമ്മൾ അഡ്വർടൈസിങ് ചെയ്യുന്നത് അതിനാണല്ലോ. പല ടൈപ്പ് ഓഫ് അഡ്വർടൈസിങ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. നമ്മളെ അത് വാങ്ങാനായിട്ട് മോട്ടിവേറ്റ് ചെയ്യുക അല്ലെങ്കിൽ പെർസ്യൂഡ് ചെയ്യുക എന്നുള്ളതാണ് അഡ്വർടൈസ്മെൻറ്റിൻ്റെ ഉദ്ദേശം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഉണ്ടാക്കിയിട്ട് അതിൽ നിന്നും സെയിൽസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവാണ് ഇവിടെ വരുന്നത്. സോ the measuring of the effectiveness of ad and ad campaign is a crucial issue in advertising. അപ്പോൾ അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുക എന്നുള്ളത് വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. It is essential for the advertiser to know the rate of return generated by an ad in relation to the amount of money invested. അപ്പോൾ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മണി, നമ്മൾക്കറിയാം അഡ്വർടൈസ്മെൻറ്റ് ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യമാണ്. ഓരോ മീഡിയാസിലും അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും നമ്മൾക്ക് റിട്ടേൺ കിട്ടുന്നുണ്ടോ എന്നുള്ളത് എൻഷുർ ചെയ്യുക എന്നുള്ളത് കൂടി അഡ്വർടൈസർ എൻഷുർ ചെയ്യേണ്ടതാണ്. Then effectiveness evaluation help the advertiser to make a cost benefit analysis of each ad campaign. അപ്പോൾ ഇവിടെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, ഓരോ ആഡ് ക്യാമ്പയിൻ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ ഓരോ അഡ്വർടൈസ്മെൻറ്റ് ഇറക്കുമ്പോഴും അതിൻ്റെ കോസ്റ്റും അതിൽ നിന്ന് ലഭിക്കുന്ന ബെനിഫിറ്റ്, അതായത് റിട്ടേണും തമ്മിൽ കമ്പയർ ചെയ്തിട്ട് ഇത് ബാലൻസ് ചെയ്തു പോകുന്നുണ്ട്. അതായത് കോസ്റ്റ് കുറവും പ്രോഫിറ്റ് കൂടുതലും ആവുന്ന രീതിയിലാണോ നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് പോകുന്നത് എന്നുള്ളത് ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിലൂടെ സാധിക്കുന്നുണ്ട്. He can avoid ineffective ads and wastage of money through a systematic evaluation of advertising campaigns. നമുക്കറിയാവുന്നതാണ് അഡ്വർടൈസ്മെൻറ്റ് ക്യാമ്പയിനിൽ വേസ്റ്റേജ് ഓഫ് മണി ഉണ്ടാകരുത്. അതായത് ഇന്നെഫക്റ്റീവ് ആഡുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള ആഡുകൾ സെലക്ട് ചെയ്യാനായിട്ട് ഈ അഡ്വർടൈസ്മെൻറ്റ് ഇവാലുവേഷനിലൂടെ സാധിക്കുന്നുണ്ട്. Then effectiveness evaluation is important to know the various factors influencing the success and failure of an ad. ഒരു അഡ്വർടൈസ്മെൻറ്റിൻ്റെ സക്സസ് എന്ന് പറയുന്നത് അത് കറക്റ്റായിട്ട് കൺവേ ചെയ്യാൻ ഒരു അഡ്വർടൈസർക്ക് പറ്റുന്നുണ്ടോ എന്നുള്ളതാണ്. അതുപോലെ തന്നെ പോസിറ്റീവായിട്ട് അതിനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കസ്റ്റമറിലേക്ക് എഫക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡും സെയിൽസും ഇൻക്രീസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതാണ് ഒരു പ്രോഡക്റ്റിൻ്റെ സക്സസ് അല്ലെങ്കിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജിയുടെ സക്സസ് എന്ന് പറയുന്നത്. ഫെയിലിയർ എന്ന് പറയുമ്പോൾ അറിയാലോ, ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. സെയിൽസ് കുറയും, ഡിമാൻഡ് കുറയും, അതുപോലെ തന്നെ കോസ്റ്റ് കൂടുതലും റിട്ടേൺ കുറവുമായിരിക്കും. ഓക്കെ, ഇനി വരുന്നത് നീഡ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് മെഷറിങ് ദ എഫക്റ്റീവ്നെസ്. അഡ്വർടൈസിങ്ങിൻ്റെ എഫക്റ്റീവ്നെസ് മെഷർ ചെയ്യുക എന്നുള്ള ഒരു ആക്ടിവിറ്റി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ഇവിടെ പറയുന്നത്. ഫസ്റ്റ് വൺ, ഇംപ്രൂവ് സെയിൽസ് ആൻഡ് പ്രോഫിറ്റ്. നമ്മൾക്കറിയാം സെയിൽസും പ്രോഫിറ്റും ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളൊരു മോട്ടീവാണ് അഡ്വർടൈസ്മെൻറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. Then a slight change in advertising campaign may lead to significant change in sales and profit. അപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് പോലും അതിൻ്റെ സെയിൽസിനെയും പ്രോഫിറ്റിനെയും വല്ലാതെ എഫക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് വരാറുണ്ട്. അതായത് നന്നായിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ചിലപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചെറിയ ചേഞ്ചസ് അല്ലെങ്കിൽ അതിൽ ചിലപ്പോൾ പുതിയ അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഉണ്ടാകുന്ന ചില കോട്ട്സും കാര്യങ്ങളും എങ്ങനെ കസ്റ്റമേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പല കസ്റ്റമേഴ്സിനും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് പ്രോഫിറ്റിനെയും സെയിൽസിനെയും എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് അഡ്വർടൈസർ മനസ്സിലാക്കി വച്ചിരിക്കണം. ആ രീതിയിലായിരിക്കണം അഡ്വർടൈസേഴ്സ് അഡ്വർടൈസ്മെൻറ്റിൽ ചേഞ്ചസ് വരുത്തേണ്ടത്. പോസിറ്റീവായിട്ടുള്ള രീതിയിൽ കസ്റ്റമേഴ്സിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസ് ആയിരിക്കണം അഡ്വർടൈസേഴ്സ് സ്വീകരിക്കേണ്ടത്. ദെൻ അടുത്ത പോയിൻ്റാണ് ഫേസിങ് കോമ്പറ്റീഷൻ. എ റാഷണൽ ഇവാലുവേഷൻ ക്യാൻ പ്രൊവൈഡ് എ കമ്പനി വിത്ത് എ എഡ്ജ് ഓവർ ഇറ്റ്സ് കോമ്പറ്റീറ്റേഴ്സ്. കോമ്പറ്റീഷൻ ഇൻക്രീസിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു ടൈമിൽ അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഓരോ കമ്പനീനെയും
അതിൻ്റെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും ഡിഫറെൻ്റ് ആക്കി കൊണ്ടുവരുന്നത്. അഡ്വർടൈസ്മെൻറ്റ് മാത്രമല്ല, പല ആക്ടിവിറ്റീസും, ആഫ്റ്റർ സെയിൽ സർവീസസ്, അങ്ങനെ പല ആക്ടിവിറ്റീസ് ഉണ്ട്. പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എലമെൻ്റാണ് അഡ്വർടൈസിങ്. അപ്പോൾ കോമ്പറ്റീറ്റേഴ്സിനെ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു മേജർ എലമെൻ്റായിട്ട് അഡ്വർടൈസിങ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ കോമ്പറ്റീറ്റേഴ്സിൻ്റെ സ്ട്രാറ്റജിയും അതുപോലെ തന്നെ അവരുടെ, അതായത് റൈവൽസിൻ്റെ സ്ട്രാറ്റജീസിനെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനെ ഫൈറ്റ് ചെയ്യാവുന്ന രീതിയിലായിരിക്കണം അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസും അതുപോലെ തന്നെ അഡ്വർടൈസ്മെൻറ്റ് മെസ്സേജസും ക്രിയേറ്റ് ചെയ്യേണ്ടത്. സോ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യുക എന്നുള്ളത് കൂടെ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് കൺട്രോൾ. Evaluation is required to exercise control over money spent on advertising. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ പറഞ്ഞു പെയ്ഡ് ഫോം ഓഫ് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ മുടക്കുന്ന പൈസയ്ക്ക് അനുസരിച്ചുള്ള റിട്ടേൺ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കൺട്രോൾ ആൻഡ് ഇവാലുവേഷൻ ഇവിടെ നടത്തേണ്ടതാണ്. നമ്മൾക്കറിയാം അഡ്വർടൈസ്മെൻറ്റ് എഫക്റ്റീവ് ആയാൽ മാത്രമേ ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ഒരു അഡ്വർടൈസർക്ക് റിട്ടേൺ കിട്ടുകയുള്ളൂ. അപ്പോൾ ഈ അഡ്വർടൈസ്മെൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റിലും അതുപോലെ തന്നെ കസ്റ്റമേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡിലും ഉണ്ടാകുന്ന ചേഞ്ചസ് അനുസരിച്ച് അഡ്വർടൈസ്മെൻറ്റ് സ്ട്രാറ്റജീസും അല്ലെങ്കിൽ അഡ്വർടൈസ്മെൻറ്റ്സും ചേഞ്ച് ചെയ്യേണ്ട ഒരു ആവശ്യകതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ടൈമിൽ കൺട്രോൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ കറക്റ്റ് ഇവാലുവേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ ടൈമിലും അഡ്വർടൈസ്മെൻറ്റ്സിനെ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ അതിൽ എന്തൊക്കെ കൺട്രോളാണ്, എന്തൊക്കെ ചേഞ്ചസ് ആണ് കൊണ്ടുവരേണ്ടത് എന്ന് അഡ്വർടൈസേഴ്സിന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുകയുള്ളൂ. Then next ആണ് effective ads. Through a systematic evaluation, companies can produce effective ads. നമ്മൾ പറഞ്ഞു ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള ആഡുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് എഫക്റ്റീവ് ആയിട്ടുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഇവാലുവേഷനിലൂടെ സാധിക്കുന്നുണ്ട്. കറക്റ്റ് ഇവാലുവേഷനിലൂടെ മാത്രമേ നല്ല രീതിയിലാണോ അഡ്വർടൈസ്മെൻറ്റ് പോകുന്നത്, ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള ആഡ്സ് ആണോ അല്ലെങ്കിൽ എഫക്റ്റീവ് ആണോ ആഡ് എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്തുകൊണ്ട് അതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കുകയുള്ളൂ. ദെൻ നെക്സ്റ്റ് വൺ അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് മണി. ഇതും പറഞ്ഞു കഴിഞ്ഞതാണ്. ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള ആഡുകളിൽ വേസ്റ്റ് ചെയ്യുന്ന മണി അവോയ്ഡ് ചെയ്യാനായിട്ട് ഈ എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിലൂടെ സാധിക്കുന്നുണ്ട്. ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഹാഫ് ദ മണി സ്പെൻഡ് ഓൺ അഡ്വർടൈസിങ് ഇസ് വേസ്റ്റ്, ബട്ട് effectiveness evaluation help to identify wasteful or ineffective part of an ad. ഇവിടെ പറയുന്നത് ഇത് സെയിം തന്നെയാണ്. എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിലൂടെ വേസ്റ്റ്ഫുൾ ആയിട്ടുള്ള മണി അവോയ്ഡ് ചെയ്യാനായിട്ട് ഇന്നെഫക്റ്റീവ് ആയിട്ടുള്ള ആഡുകളിൽ മുടക്കുന്ന ആ ഒരു എമൗണ്ടിനെ, ഇൻവെസ്റ്റ്മെൻറ്റിനെ അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഫീഡ്ബാക്ക് ഫോർ റെമഡിയൽ മെഷേഴ്സ്. Testing effectiveness of advertising provide useful information to the advertiser to take remedial steps against effective advertisements. ഇവിടെ effectiveness of advertising അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എഫക്റ്റീവ്നെസ് ടെസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഏതൊക്കെ രീതിയിലാണ് ഈ ഇന്നെഫക്റ്റീവ് ആഡുകളെ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ ഇന്നെഫക്റ്റീവ് ആഡുകളെ എഫക്റ്റീവ് ആക്കാനുള്ള എന്തൊക്കെ സ്റ്റെപ്പുകളാണ്, എന്തൊക്കെ റെമഡിയൽ മെഷേഴ്സാണ് എടുക്കേണ്ടതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്. ഇതും പറഞ്ഞു കഴിഞ്ഞതാണ്. കോസ്റ്റ് ആൻഡ് ബെനിഫിറ്റ് തമ്മിൽ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അഡ്വർടൈസ്മെൻറ്റിൽ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നും റിട്ടേൺ കിട്ടുന്ന രീതിയിലായിരിക്കണം ഓരോ അഡ്വർടൈസ്മെൻറ്റ്സും ഡിസൈൻ ചെയ്യേണ്ടത്. Effectiveness testing helps the advertiser to get a clear picture of the cost involved and return produced by an ad. അപ്പോൾ എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിലൂടെ ഒരു അഡ്വർടൈസ്മെൻറ്റ് മുടക്കിയിരിക്കുന്ന കോസ്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യാനും എത്രത്തോളം കോസ്റ്റ് ഒരു അഡ്വർടൈസ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതുപോലെ തന്നെ എത്രത്തോളം റിട്ടേൺ അതിൽ നിന്ന് കിട്ടിയാൽ നമുക്ക് ആ കോസ്റ്റിനെ കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് എഫക്റ്റീവ്നെസ് ഇവാലുവേഷനിലൂടെ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡിങ് ദ കമ്മ്യൂണിക്കേഷൻ എഫക്റ്റ്. The main purpose of advertising is to communicate the relevant information about the product to the prospective buyers. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കമ്മ്യൂണിക്കേഷൻ മെയിനായിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ബയേഴ്സുമായിട്ട് അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവ് കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ്, അഡ്വാൻറ്റേജസ്, അതിൻ്റെ സൈഡ് എഫക്ട്സ്, അതിൻ്റെ യൂസേജ്, ഏത് രീതിയിലാണ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ള ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിനെ ഇൻഫോം ചെയ്യാനായിട്ടാണ് അല്ലെങ്കിൽ കസ്റ്റമേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് അഡ്വർടൈസ്മെൻറ്റ്സ് യൂസ് ചെയ്യുന്നത്.